സ്ട്രോബെറി ഫ്യൂഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നോർമലി പുട്ടുണ്ടാക്കുക പറയുമ്പോൾ ഒന്നെങ്കിൽ അരിയൊക്കെ പൊടിപ്പിച്ച് അത് വറുത്ത് വയ്ക്കും, അല്ലെങ്കിൽ പുറത്തുനിന്ന് പൊടി വാങ്ങിക്കും, അങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അതിനൊന്നും ആവശ്യമില്ല. അല്ലാതെ മട്ടാരി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പുട്ടുണ്ടാക്കാം. അപ്പോൾ ആദ്യം നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ ആ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യണം. ഇവിടെ ഞാൻ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെമ്പാരി അല്ലെങ്കിൽ മട്ടാരി എന്നൊക്കെ പറയുന്ന അരി ഉണ്ടല്ലോ, അതെടുത്തിട്ടുണ്ട് 2 കപ്പ്. ഇത് നമ്മൾ ചോറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന അരിയാണ്. ഇതിന് നല്ലപോലെ കഴുകിയെടുക്കണം. ഒരു 2-3 പ്രാവശ്യം ആ വെള്ളമൊക്കെ നല്ല ക്ലിയർ ആയിട്ട് വരുന്നവരെ നമ്മൾ കഴുകിയെടുക്കണം. എന്നിട്ട് ഇതിൽ ഹോൾ നൈറ്റ് രാത്രി ഫുള്ളായിട്ട് കുതിർത്തി വെക്കുക. ഒരു 6-8 മണിക്കൂർ. ഞാനിപ്പോൾ ഇത് രാത്രി കുതിർത്തി വെക്കുന്നത് രാവിലെ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നല്ലപോലെ പൊതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലെ വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് മാറ്റണം. ആ വെള്ളമൊക്കെ നല്ലപോലെ വാർന്നു പോകണം. എന്നിട്ടും ചെറിയ നനവൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും തുണിയിലൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഉണക്കിയെടുക്കുക. ഇതിലേക്ക് ഇനി 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നല്ലപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയെടുക്കുക. ഈ 2 കപ്പ് അരി കൊണ്ട് നമുക്ക് ഒരു 15 പുട്ടുണ്ടാക്കാൻ പറ്റും. നോർമൽ സൈസുള്ള ഒരു 15 പുട്ടുണ്ടാക്കാൻ പറ്റും നമുക്ക്. ഇനി നമ്മൾ മിക്സിയിലെ ജാറിലിട്ടിട്ട് ഇത് പൊടിച്ചെടുക്കണം. തീരെ നനവുണ്ടാവാൻ പാടില്ല. പൊടിക്കുമ്പോൾ നനവുണ്ടെങ്കിൽ ഇത് കുഴഞ്ഞു പോവും, നമുക്ക് പൊടിയായിട്ട് കിട്ടൂല. ഇനി നമുക്കിതിനെ പൊടിച്ചെടുക്കാം. ഇതേപോലെ പൊടിച്ചെടുക്കണം. നമ്മൾ ഈ പൊടി ഇനി എക്സ്ട്രാ കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമ്മൾ പൊടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പുട്ടിന് കുഴക്കൂല. ആ കറക്റ്റ് പരുവത്തിൽ തന്നെ നമുക്കിത് കിട്ടും. നമ്മളിത് ഫുള്ളായിട്ടൊരു ജാറിലിട്ടിട്ട് പൊടിക്കണ്ട, കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിത് നമ്മൾ സാധാ പുട്ടൊക്കെ ചെയ്യുന്ന പോലെ പുട്ടുണ്ടാക്കിയെടുക്കണം. ഒന്നുകിൽ ചിരട്ട പുട്ടിൻ്റെ ആ ഒരു ഇതിൻ്റെ അകത്ത് എടുക്കാം, അല്ലെങ്കിൽ ഇതേപോലത്താണ് കയ്യിലുള്ളതെങ്കിൽ അതിൽ വെച്ചിട്ട് ചെയ്യാം. കുറച്ച് തേങ്ങ ഇടുക, 2-3 ടേബിൾ സ്പൂൺ പൊടി ഇടുക, പിന്നെ തേങ്ങ ഇടുക. അതേപോലെ അതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയുന്നതാണല്ലോ. പൊതുവെ പുട്ടൊക്കെ കുഴക്കുമ്പോൾ എത്ര വെള്ളം വേണമെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ചിലതിൽ നല്ലോണം വെള്ളം വേണ്ടി വരും, ചിലതിൽ കുറവായിരിക്കും. ചിലപ്പോൾ നമ്മൾ കുഴക്കുമ്പോൾ കൂടിപ്പോയല്ലോ, അല്ലെങ്കിൽ വെള്ളം കുറഞ്ഞു പോയല്ലോ എന്നൊക്കെ കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും അല്ലേ. ഇനിയിപ്പോൾ അതൊന്നും പേടി വേണ്ട. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ നമ്മുടെ പുട്ടിന് ആവിയൊക്കെ വന്നിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് കൂടെ വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് മെല്ലെ ഇതിൽ നിന്ന് കുത്തിയെടുക്കാം. നോക്ക്, ഈ പുട്ടിൻ്റെ സോഫ്റ്റ്നെസ് നോക്ക്, നല്ല സോഫ്റ്റാണ്. പിന്നെ ഇത് കുറേ സമയം വെച്ചാലും നല്ല സോഫ്റ്റായിട്ട് തന്നെ കിടക്കും. നമ്മൾ ചില പുട്ടുകളൊക്കെ കൊണ്ട് പുട്ടുണ്ടാക്കി കുറച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ഹാർഡായി പോവും. ഇതിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. കൂടെ ഈ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. താങ്ക് യു. ബൈ.